ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ക്രിസ്മസിൻ്റെ ദിനങ്ങൾ അടുത്തു വരുന്ന ഈ സമയങ്ങളിൽ എല്ലാവരും ക്രിസ്മസിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളുടെ തിരക്കുകളിൽ ആയിരിക്കും അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം. ഈ ക്രിസ്മസ് അടുത്തു വരുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്രമാത്രം ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുമുള്ളവർ എത്രമാത്രം ശാന്തിയിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫിനാൻഷ്യലി അല്ലെങ്കിൽ മെറ്റീരിയൽ വൈസ് മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ സഹായമോ കൊടുക്കുവാൻ നമുക്ക് പറ്റില്ലായിരിക്കും. പക്ഷേ നമ്മളുടെ ഒരു ഷോൾഡർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഉള്ളിലെ ഒരു കൺസോൾവ് ചെയ്യുന്ന ഒരു വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ശാന്തി സമാധാനവും ലഭിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്രിസ്മസ് അടുത്ത് വരുന്ന ഈ സമയങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ ഒന്ന് കേട്ടാൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ ഒരു അംശം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്നുണ്ടോ? അവരെ കേൾക്കുവാൻ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും കേട്ടിട്ട് ഒരു ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അവർക്കൊരു ശാന്തി സമാധാനവും കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഈ ഒരു ശാന്തി സമാധാനവും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം ബൈബിളിൽ തന്നെ പല പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എടുക്കാവുന്ന ഉദാഹരണങ്ങൾ ഒത്തിരി അതിൽ തന്നെ ഉണ്ട്. മാതാവിനെ ഗബ്രിയേൽ ദൈവദൂതൻ ദൈവകൽപ്പനയെ അറിയിച്ചപ്പോൾ തന്നെ മാതാവിനോട് വേറൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എലിസബത്ത് 6 മാസം പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം. അത് കേട്ടതിന് ശേഷം മാതാവ് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. തിടുക്കത്തിൽ പുറപ്പെട്ടു. നമ്മൾ എത്രമാത്രം മറ്റുള്ളവരെ സഹായിക്കുവാൻ നമ്മുടെ ഹൃദയം തിടുക്കം കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രഗ്നൻസിയുടെ ഇനിഷ്യൽ പീരീഡിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു മോർണിംഗ് സിക്നസ്, വോമിറ്റിംഗ്, നോസിയ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ടയേർഡ്നെസ്, അതുപോലെ നമുക്ക് സ്വന്തം വെഹിക്കിളിൽ പോലും നമുക്ക് യാത്ര ചെയ്യുവാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. പക്ഷേ ആ സമയങ്ങളിൽ മാതാവ് മൈലുകൾ ദൂരം താണ്ടി ശുശ്രൂഷ ചെയ്തു എന്നാണ് പറയണത്. എലിസബത്തിന് ശുശ്രൂഷ ചെയ്തു. മാതാവിൻ്റെ ഒരു സാമീപ്യം, മാതാവിൻ്റെ ആ ഒരു വാക്ക്, മാതാവിൻ്റെ ആ സന്തോഷം കൊണ്ട് നിറഞ്ഞ ആ ഒരു സാമീപ്യവും വാക്കുകളും കേട്ടപ്പോൾ തന്നെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് കുഞ്ഞ് കുതിച്ചു ചാടി. അതായത് ഉദരത്തിൽ കിടക്കുന്ന ആ കുഞ്ഞിന് പോലും മാതാവിൻ്റെ ആ ഒരു സാമീപ്യം കൊണ്ട് ശാന്തിയും സമാധാനവും ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നമ്മുടെ സമയത്തിൽ നിന്നും ഒരു സമയം നമ്മൾ ചിലവാക്കിക്കൊണ്ട് എത്രമാത്രം ശാന്തി സമാധാനവും നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കുവാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ആരോട് ചോദിച്ചാലും പറയും യേശു ജനിച്ചത് ബെത്ലഹേമിലെ പുൽത്തൊട്ടിലാണെന്നുള്ളൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും മുൻപ് യേശു ഉരുവാക്കപ്പെട്ടത് മാതാവിൻ്റെ ഉദരത്തിലാണ്. അതിനുശേഷം മാതാവ് മനസ്സാലെ, അതായത് മാതാവിൻ്റെ മനസ്സിലാണ് യേശു വന്ന് ജനിച്ചത്. അതിനുശേഷം ഔസേപിതാവിൻ്റെ സ്വപ്നത്തിൽ യേശു ക്രിസ്തു വന്ന് ജനിച്ചു. യേശു ക്രിസ്തു ഇവരുടെയൊക്കെ മനസ്സുകളിലും ഒക്കെ ജനിച്ചത് കൊണ്ടാണ് അവർക്ക് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുവാൻ പറ്റിയത്. അത് യേശു ക്രിസ്തു വന്നു ഔസേപിതാവിൻ്റെ സ്വപ്നത്തിൽ ജനിച്ചു. ആ സ്വപ്നത്തിൽ ജനിച്ച യേശു ക്രിസ്തുവിനെ മനസ്സിൽ ഏറ്റെടുത്തത് കൊണ്ടാണ് മാതാവിൻ്റെ കൂടെ അന്ന് മുതൽ മാതാവിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച്, എല്ലാ കാര്യങ്ങളും പരിപാലിച്ച്, എല്ലാ കാര്യങ്ങൾക്കും കെയർ ചെയ്തുകൊണ്ട് മാതാവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ഔസേപിതാവിനും സാധിച്ചത്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഉള്ളിലും ക്രിസ്തു വന്ന് ജനിക്കണമെന്നുണ്ടെങ്കിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വാക്ക്, അല്ലെങ്കിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ ആ ഒരു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന ഒരു സമയം, അതുകൊണ്ടൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ശാന്തി സമാധാനവും കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ നിറയ്ക്കാം, നമ്മുടെ ചുറ്റുമുള്ളവരെ നിറയ്ക്കാം, നമ്മളും ആ ശാന്തിയിൽ സമാധാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെതുമായിട്ടുള്ള ഒരു ക്രിസ്മസ് ദിനം ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേരി ക്രിസ്മസ്.